തോരും മുമ്പേലാണെങ്കിൽ എൽസമ്മയോട് പൊട്ടിത്തെറിച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നാളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വൈജയന്തിയാണെങ്കിൽ അറിയാതെ മനസ്സ് തുറക്കുന്ന കാഴ്ചയാണല്ലോ കാണാൻ കഴിയുക. സഹായത്തിനായിട്ട് വന്ന മക്കളുടെ അടുത്താണെങ്കിൽ വൈജയന്തി ഇതൊക്കെ ചെയ്യാനായിട്ട് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ മക്കളാണെങ്കിൽ അമ്മ ഒന്നും പറയണ്ടായെന്നും ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ അറിയാമെന്നും പറയുന്ന ആ വേളയിലാണെങ്കിൽ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, ഒക്കത്തിന് അഹങ്കാരമാണ്, അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അഹങ്കാരമൊന്നുമല്ല, അലീന ചേച്ചി ഞങ്ങളെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അമ്മോടല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അവൾ പഠിപ്പിച്ചതൊന്നും എൻ്റെ ഈ വീട്ടിൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലേശം മനുഷ്യത്വം വേണമെന്ന് പറയുന്നത് കാണാം. അമ്മയ്ക്ക് മനുഷ്യത്വം ഇപ്പോൾ ലവലേശമില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് എന്തിനാടി മനുഷ്യത്വം? എനിക്ക് മനുഷ്യത്വത്തിൻ്റെ യാതൊരു ആവശ്യകതയോ കാര്യമോ ഇല്ല എന്ന് പറയുന്നത് കാണാം എന്ന് പറയുമ്പോൾ അത് കാണാനുണ്ട് എന്ന് പറയുകയാണ്. അമ്മയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും നല്ല രീതിയിൽ അത് ഇല്ലായ്മ എടുത്തു കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയൂട്ടോ. അപ്പോഴാണെങ്കിൽ നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ അച്ഛനോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പം മുതലേ അച്ഛനെ അമ്മ ഭരിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അതെ, ഞാൻ ഭരിക്കുകയൊന്നും ആയിരുന്നില്ല, ബാലചന്ദ്രന് വേണ്ട ബഹുമാനവും ബഹുമതിയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോഴാണെങ്കിൽ അമ്മയുടെ ബഹുമാനവും ബഹുമതിയും ഒക്കെ കൊടുക്കുന്നത് ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അമ്മയ്ക്ക് നാണാവില്ലല്ലോ ഇങ്ങനെ പറയാനായിട്ട് എന്ന് പറയുമ്പോൾ അത് പിന്നെ മോളെ എന്ന് പറയുമ്പോൾ അപ്പം അമ്മയ്ക്ക് മാന്യമായിട്ട് സംസാരിക്കാനൊക്കെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ചേടാ ഇതെന്തൊരു കഷ്ടോ ഈ നാലെണ്ണത്തിനെ കൊണ്ടും എന്ന് പറയുമ്പോൾ നാലോ? ഏത് നാല്? ഞങ്ങൾ മൂന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തിയാണെങ്കിൽ പോവുകയാണ് എന്ന് സാധിക്കും. അതാരമ്മ? നാലാമത്തെ ആൾ. അമ്മ ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം എനിക്ക് നാവൊന്ന് തെറ്റിപ്പോയതാണ് എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണജ കാര്യം മനസ്സിലാക്കിയെടുക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നു. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലീനയാണെങ്കിൽ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സ്റ്റാൻലി അലീനയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ പറയാണ്, മോളെ എന്തിനാ നീ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നു. നീ എന്തിനു വേണ്ടിയാണ് ഈ നിരാഹാര സമരം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. പപ്പയ്ക്ക് ഇതുവരെയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഞാൻ പപ്പയെ നേർവഴിക്ക് നടത്താനും പപ്പയുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാനും വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിന് ഈ വഴിയാണോ മോളെ സ്വീകരിക്കേണ്ടത്? നിരാഹാരവും സത്യാഗ്രഹവും ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പച്ചനും മോളും കൂടി ചേർന്ന് എന്ത് കാണിക്കാനാണ് എന്ന് ചോദിക്കുമ്പോൾ പപ്പയ്ക്ക് സത്യം പറഞ്ഞാൽ എന്നോട് വലിയ സ്നേഹമോ കാര്യമോ ഒന്നും തന്നെയില്ല. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പപ്പ ഇങ്ങനെ എന്നോട് പെരുമാറുമോ എന്ന് ചോദിക്കുന്നു. ഒരു മകൾ എന്ന നിലയിൽ മകൾ പട്ടിണി കിടക്കുമ്പോൾ പപ്പ വന്ന് ആശ്വസിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം മോളെ ഞാനെടുക്കുന്ന ചില കാര്യത്തിൽ എതിരഭിപ്രായമോ എതിർ തീരുമാനമോ എടുക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ്
ഞാൻ പിന്നെ അതിൽ നിന്നെ നിർബന്ധിക്കാത്തത്, പിന്തിരിപ്പിക്കാത്തത് നീ കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുന്നു. നിനക്കെന്താണ് മാറിയാൽ കുഴപ്പമെന്ന് ചോദിക്കുന്നു. ഇതേ സമയം പപ്പയെ ഇനി മാറ്റാനായിട്ട് എനിക്ക് ഒരവസരം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ അവസരം മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ മാത്രമേ പപ്പയെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. എൻ്റെ ബാലേന്ദ്രൻ അച്ഛൻ എത്ര മര്യാദക്കാരനാണെന്നറിയോ? എന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പപ്പയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. ഞാനെന്നാൽ ജീവനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അച്ഛ എന്ന രണ്ടക്ഷരം കൂട്ടി വിളിച്ചോണ്ട് എൻ്റെ ബാലചന്ദ്രൻ അച്ഛനെ ആയിരുന്നു എന്ന് പറയുന്നു. അച്ഛന് ഞാനെന്ന് വിചാരിച്ചാൽ ജീവനായിരുന്നു. എനിക്ക് വേണ്ടി അച്ഛൻ എന്തും ചെയ്യുമായിരുന്നു. ഒരു യുദ്ധം തന്നെ നടത്തുമായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം ഞാനത്ര പോരല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ് സ്റ്റാലിൻ. ഇതേ സമയം അച്ഛൻ കൊള്ളില്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അച്ഛൻ്റെ ചില ശീലങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട്. അതെല്ലാം മാറ്റിയെടുത്താൻ അച്ഛൻ പെർഫെക്റ്റാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പരിശ്രമങ്ങളും കാര്യങ്ങളുമെല്ലാം നടത്തുന്നത് എന്ന് പറയുമ്പോൾ, മോളെ ഞാൻ എങ്ങനെ മാറണമെന്നാണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. അത് അച്ഛന് ഞാൻ പറയുന്നത് ഇപ്പോഴും മനസ്സിലാവാത്തത് കൊണ്ടാണ്. അച്ഛൻ വെറുതെ ആവശ്യമില്ലാതെ പണം ചിലവാക്കുന്നത്, ആവശ്യമില്ലാതെ മദ്യപിക്കുന്നത്, പുകവലിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്ന് അലീന പറഞ്ഞു വയ്ക്കുമ്പോൾ സ്റ്റാലിനാണെങ്കിൽ ഞാനെല്ലാം ശ്രദ്ധിക്കാം, ഞാനെല്ലാം ശരിയാക്കാം, നീ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതങ്ങനെ ശരിയാവില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞാൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ എന്ന് അലീന പറയുമ്പോൾ സ്റ്റാലിൻ മനസ്സുകൊണ്ട് മാറാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് എന്ന് കാണാം. എന്നിരുന്നാലും ഒരു ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണ് അവിടേക്ക് എൽസമ്മ വന്നെത്തുന്നത് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, എൽസമ്മയാണെങ്കിൽ അലീനയോട് പൊട്ടിത്തെറിക്കുമ്പോൾ അലീന തിരികെ എൽസമ്മയോട് പൊട്ടിത്തെറിക്കുകയാണ് എന്ന് കാണാം. അങ്ങനെ എൽസമ്മയും അലീനയും തമ്മിൽ വലിയൊരു പോരാട്ടം നടക്കാനായിട്ട് തുടങ്ങാനായിട്ട് പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണേ.